ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. ഡേറ്റ് 13/1/2019. റിവൈസ് ഡേറ്റ് ആണ് 10/4/84. മുരളി സാരം. പ്രഭു പ്യാർ ബ്രാഹ്മൺ ജീവൻ കാ ആധാർ. ഈശ്വര സ്നേഹമാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം. आज बाप दादा अपने स्नेही सहयोगी सहयोगी आत्माओं को देख रहे हैं. ഇന്ന് ബാബ്ദാദ തൻ്റെ സ്നേഹിയും സഹയോഗിയും സഹജയോഗികളുമായ ആത്മാക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഗി ആത്മായി തോ സബീ ഹെ. എല്ലാവരും തന്നെ യോഗികളായ ആത്മാക്കളാണ്. ऐसे ही कहेंगे कि ये योगियों की सभा है. ഇത് യോഗികളുടെ സഭ എന്നാണ് അറിയപ്പെടുന്നത്. സബി യോഗി തോ ആത്മായെ അർത്ഥാത് പ്രഭു പ്രിയ ആത്മായെ ബൈത്തി ഹെ. ഇവിടെ എല്ലാ യോഗികളായിരിക്കുന്ന ആത്മാക്കൾ, അതായത് ഈശ്വരപ്രിയരായിരിക്കുന്ന ആത്മാക്കളാണ് ഇരിക്കുന്നത്. जो प्रभु को प्रिय लगती है वो विश्व की प्रिय बनती ही है. ആരാണോ പ്രഭു പ്രിയരായിരിക്കുന്നത് അവർ തീർച്ചയായും വിശ്വപ്രിയരും ആയിത്തീരും. സബീ കോ യെ റുഹാനി നശ റുഹാനി റുഹാബ് റുഹാനി ഫക്കൂർ സദാ रहता कि हम परमात्मा प्यारे भगवान के प्यारे जगत के प्यारे बन गए. എന്നാൽ എല്ലാവരിലും ആ ഒരു ആത്മീയമായ ലഹരി, ആത്മീയമായ അഭിമാനം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ പരമാത്മ സ്നേഹിയായ, ഭഗവാന്റെ സ്നേഹിയായ, വിശ്വസ്നേഹിയായ ആത്മാവാണെന്ന്. സിർഫ് ഏക് ആദി ഗഡി की नजर व दृष्टि पड़ जाए भक्त लोग इसके प्यासी रहते हैं. കേവലം ഒരു നിമിഷം അഥവാ അരനിമിഷത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ മതി, ഭക്തജനങ്ങൾ അതിനു വേണ്ടി ദാഹിക്കുന്നവരാണ്. और इसी को महानता समझते हैं. ഇതിനെ തന്നെയാണ് അവർ മഹാനതയായി കണക്കാക്കുന്നതും. ലേക്കിൻ ആപ് ഈശ്വരീയ പ്യാർ കെ പാത്ര ബൻ ഗയേ. എന്നാൽ നിങ്ങൾ കുട്ടികൾ ഈശ്വരീയ സ്നേഹത്തിന് പാത്രരായിരിക്കുന്നു. പ്രഭു പ്യാരെ ബൻ ഗയേ. പ്രഭു പ്രിയരായിരിക്കുന്നു. യേ കിതന മഹാൻ ഭാഗ്യ ഹെ. എത്രമാത്രം മഹാൻ ഭാഗ്യമാണ് നിങ്ങളുടേത്. ആജ് ഹർ ആത്മ ബച്പൻ സെ മൃത്യു തക് ക്യാ ചാത്തി ഹെ. ഇന്ന് ലോകത്തിലുള്ള ഓരോ ആത്മാക്കളും ബാല്യം മുതൽ മൃത്യു വരെ എന്താണ് ആഗ്രഹിക്കാറ്? ബേസമജ് ബച്ചാ ഭി ജീവൻ മേ പ്യാർ ചാത്താ ഹെ. അറിവില്ലാത്ത കുട്ടികളും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സ്നേഹം തന്നെയാണ്. പൈസ പീച്ചെ ചാത്താ ലേക്കിൻ പെഹ്ലെ പ്യാർ ചാത്താ ഹെ. ആദ്യം ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, പിന്നീടാണ് പണം. പ്യാർ നഹി തോ ജീവൻ നിരാശ കി ജീവൻ അനുഭവ് കർത്തെ ബേറസ് അനുഭവ് കർത്തെ. സ്നേഹമില്ലാത്ത ജീവിതം നീരസമായ ജീവിതം അഥവാ രസഹീനമായ ജീവിതത്തിൻ്റെ അനുഭവമുണ്ടാകും. ലേക്കിൻ ആപ് സർവ ആത്മാओं को परमात्मा प्यार मिला. എന്നാൽ താങ്കൾ സർവ ആത്മാക്കൾക്കും പരമാത്മ സ്നേഹം ലഭിച്ചിരിക്കുന്നു. പരമാത്മാ കെ പ്യാരെ ബനെ. പരമാത്മാവിൻ്റെ സ്നേഹികളായിരിക്കാണ്. ഇസേ ബഡി വസ്തു ഓർ കുച്ച് ഹേ. ബാബ്ദാദ ചോദിക്കാണ്, ഇതിനേക്കാളും ശ്രേഷ്ഠമായത്, ഇതിനേക്കാളും വലുപ്പമായത് മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടോ? പ്യാർ ഹേ തോ ജഹാൻ ഹേ ജാൻ ഹേ. എവിടെ സ്നേഹമുണ്ടോ അവിടെ ലോകവും ജീവിതവുമുണ്ട്. പ്യാർ നഹി തോ ബേജാൻ ബേജഹാൻ ഹേ. സ്നേഹമില്ല എങ്കിൽ ലോകവുമില്ല, ജീവിതവുമില്ല. പ്യാർ മില അർത്ഥാത് ജഹാൻ മില. സ്നേഹം ലഭിച്ചതോടെ ലോകം മുഴുവൻ കീഴടക്കി എന്നാകുന്നു. ऐसा प्यार श्रेष्ठ भाग्य അനുഭവ करते हो. എന്നാൽ നിങ്ങൾ കുട്ടികൾ അത്തരത്തിലുള്ളൊരു സ്നേഹത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ അനുഭവം ചെയ്യുന്നുണ്ടോ?
ദുനിയ ഇസ്കി പ്യാസി ഹെ. എന്നാൽ ഈ സ്നേഹത്തിന് വേണ്ടി ഇന്ന് ലോകം ദാഹിക്കുകയാണ്. ഏക് ബൂന്ദ് കി പ്യാസി ഹെ और आप बच्चों का ये प्रभु प्यार प्रॉपर्टी है. ലോകത്തിലുള്ള ജനങ്ങൾ പരമാത്മാവിൻ്റെ സ്നേഹത്തിനായി, ഒരു തുള്ളി സ്നേഹത്തിനായി ദാഹിക്കുന്നവരാകുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ആ ഈശ്വര സ്നേഹം സ്വത്തായി ലഭിച്ചിരിക്കുകയാണ്. इसी प्रभु प्यार से पलते हो अर्थात ब्राह्मण जीवन में आगे बढ़ते हो. ആ പ്രഭു സ്നേഹത്തിൻ്റെ ആധാരത്തിൽ നിങ്ങൾ വളരുകയാണ്, അതായത് ബ്രാഹ്മണ ജീവിതത്തിൽ മുന്നേറുകയാണ്. ഐസ അനുഭവ കർത്തേ ഹോ. എന്നാൽ അത്തരത്തിലുള്ള അനുഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പ്യാർ കെ സാഗർ മേ ലൗലീൻ രഹത്തേ ഹോ. സ്നേഹത്തിൻ്റെ സാഗരത്തിൽ അലിഞ്ഞു ചേരാറുണ്ടോ? വാ സിർഫ് സുൻതേ വാ ജാൻതേ ഹോ. അഥവാ നിങ്ങൾ കേവലം കേൾക്കുകയും അറിയുകയും മാത്രമാണോ ചെയ്യാറ്? അർത്ഥാത് സാഗർ കെ കിനാരെ പർ കടേ കടേ സിർഫ് സോച്ചത്തെ ഓർ ദേഖ്തേ രഹത്തേ ഹോ. അർത്ഥമാണ്, സാഗര തീരത്ത് നിന്നുകൊണ്ട് അതിനെ കാണുകയും ആസ്വദിക്കുകയും മാത്രമാണോ ചെയ്യുന്നത്? സിർഫ് സുന്ന ഓർ ജാന്ന യഹി കിനാരെ പർ ഖടാ ഹോന. കേവലം ഈശ്വര സ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്നതും അറിയുക എന്നത് സാഗര തീരത്തിൽ നിൽക്കുന്നതിന് തുല്യമാണ്. മാനന और समाजाना यह प्रेम के सागर में लवलीन होना. എന്നാൽ ഈശ്വര സ്നേഹത്തെ മാനിക്കുന്നതും അതിൽ സ്വയം സമാവേശമാകുന്നതും അതിന് തന്നെയാണ് ഈശ്വര സ്നേഹത്തിൽ അലിയുക എന്ന് പറയുന്നത്. प्रभु के प्यारे बनकर भी सागर में समा जाना, लीन हो जाना, ये अनुभव नहीं किया तो प्रभु प्यार के पात्र बन करके पाने वाले नहीं लेकिन प्यासे रह गई. ഈശ്വര സ്നേഹിയായി ആ ഈശ്വര സ്നേഹത്തിൽ മുഴുകിയിരിക്കുക അഥവാ അലിഞ്ഞു ചേരുന്നതിൻ്റെ അനുഭവം ചെയ്തിട്ടില്ല എങ്കിൽ ഈശ്വര സ്നേഹം നേടിയിട്ടും നാം ദാഹിച്ചു വലയുന്നവരാകുന്നു. പാസ് ആത്തെ ബി പ്യാസ് രഹ ജാന ഇസ്കോ ക്യാ കഹേംഗെ. ഈശ്വരൻ്റെ അരികിൽ വന്നിട്ടും വീണ്ടും ദാഹിക്കുന്നവരായി മാറുമ്പോൾ അവരെന്താണ് പറയുക? സോച്ചോ കിസ്നെ അപ്ന ബനായ കിസ്കെ പ്യാരെ ബനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരാണ് എന്നെ സ്വന്തമാക്കിയത്? ആരുടെയാണ് ഞാൻ സ്നേഹിയായിരിക്കുന്നത്? കിസ്കി പാലനാമേ പൽ രഹേ ഹേ തോ ക്യാ ഹോഗ. ആരുടെ പാലനയിലാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഓർത്തു നോക്കൂ, അപ്പോൾ എന്താണ് അനുഭവമുണ്ടാവുക? सदा स्नेह में समाये हुए होने कारण समस्याएं व किसी भी प्रकार की हलचल का प्रभाव पड़ नहीं सकता. സദാ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പരിതസ്ഥിതികളാകാം, പ്രശ്നങ്ങളാകാം വന്നാലും ഒരിക്കലും അതിൻ്റെ പ്രഭാവത്തിൽ പെട്ടുപോവുകയില്ല. सदा विघ्न विनाशक समाधान स्वरूप माया जीत अनुभव करेंगे. सदा विघ्न विनाशകൻ സമാധാന സ്വരൂപി മായാ ജീത് എന്നതിൻ്റെ അനുഭവം ചെയ്യും. കൈ ബच्चे कहते ज्ञान की गुह्य बातें याद नहीं रहती. ചില കുട്ടികൾ പറയാറുണ്ട്, ജ്ഞാനത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാറില്ല. लेकिन एक बात ये याद रहती है कि मैं परमात्मा का प्यारा हूँ. എന്നാൽ ഈ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാകാറുണ്ടോ? ഞാൻ പരമാത്മാ സ്നേഹിയാണ്. പരമാത്മാ പ്യാർ കാ അധികാരി ഹൂँ. പരമാത്മ സ്നേഹത്തിൻ്റെ അധികാരിയായിരിക്കുന്നു. इसी एक स्मृति से भी सदा समर्थ बन जाएंगे. ഈ ഒരു സ്മൃതിയിൽ കൂടി തന്നെ സദാ സമർത്ഥരായി തീരാൻ കഴിയും. ഏറ്റവും സഹജേന ബാബ്ദാദ ചോദിക്കാണ്, ഇത് എളുപ്പമല്ലേ?
ये भी भूल जाता फिर तो भूल भुलैया में फंस गए. ഇതും നിങ്ങൾ മറക്കുകയാണെങ്കിൽ മറന്ന് മറപ്പിക്കുന്ന കളിയിൽ പെട്ടുപോകും. सिर्फ ये एक बात सर्व प्राप्ति के अधिकारी बनाने वाली है. കേവലം ഈ ഒരു കാര്യം തന്നെയാണ് സർവപ്രാപ്തികളുടെയും അധികാരികളാക്കി മാറ്റുക. तो सदैव यही याद रखो, अनुभव करो कि मैं प्रभु का प्यार जग का प्यारा हूँ. समझा? സദാ ഈ കാര്യം ഓർമ്മയിൽ വയ്ക്കുക, അനുഭവം ചെയ്യുക, ഞാൻ പ്രഭു പ്രിയനും ലോകപ്രിയനുമായിരിക്കുന്നു. ഏതോ സഹജേന, മനസ്സിലായില്ലേ? ഇത് എളുപ്പമല്ലേ? അച്ഛാ സുനാത്തോ ബഹൂത്തെ അബ് സമാന. ബാബ പറയാണ്, ഒരുപാട് കേട്ട് കഴിഞ്ഞു, ഈ കേട്ടതെല്ലാം തന്നെ സ്വയമിൽ ധാരണ ചെയ്യൂ. സമാന ഹി സമാൻ ബന്നാ ഹെ. സംജ? ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ബാബയ്ക്ക് സമാനനായി തീരുന്നതും. മനസ്സിലായില്ലേ? ബാബ നമസ്തേ പറയുകയാണ്. സബി പ്രഭു പ്യാർ കെ പാത്ര ബച്ചോं को, പ്രഭു സ്നേഹികളായ എല്ലാ കുട്ടികൾക്കും, സബി സ്നേഹമേ സമായേ ഹുയെ ശ്രേഷ്ഠാത്മാവും को, സ്നേഹത്തിൽ സമാവേശമായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠാത്മാക്കൾക്ക്, സബി പ്യാർ കി പാലന കെ അധികാരി ബച്ചോं को, സ്നേഹത്തിൻ്റെ പാലനയുടെ അധികാരികളായ എല്ലാ കുട്ടികൾക്കും, रूहानी फ़कूर में रहने वाली, रूहानी नशे में रहने वाली ശ്രേഷ്ഠാത്മാവും को, ആത്മീയ അഭിമാനത്തിലും ആത്മീയ ലഹരിയിലും ഇരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ആത്മാക്കൾക്കും ബാബ്ദാദാ കാ യാദ് പ്യാർ ഓർ നമസ്തേ. ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ. पवित्रता को आदि अनादि विशेष गुण के रूप में सहज अपनाने वाले पूज्य आत्मा भव. പവിത്രതയെ ആദി അനാദി ഗുണമായി സ്വയം തന്നിൽ സ്വായത്തമാക്കുന്ന പൂജ്യ ആത്മാവായി ഭവിക്കൂ. വിശദീകരണം. പൂജനീയ बनने का विशेष आधार पवित्रता है. പൂജനീയരാകുവാനുള്ള विशेष आधारമാണ് पवित्रता. जितना सर्व प्रकार की पवित्रता को अपनाती हो उतना सर्व प्रकार से पूजनीय बनती हो. എത്രത്തോളം എല്ലാ പ്രകാരത്തിലും പവിത്രതയെ സ്വായത്തമാക്കുന്നു അത്രത്തോളം എല്ലാ പ്രകാരത്തിലും പൂജനീയ ആത്മാവായി മാറുന്നു. जो विधि पूर्वक आदि अनादि विशेष गुण के रूप से पवित्रता को अपनाते हैं वही विधि पूर्वक पूजे जाते. ആരാണോ വിധിപൂർവകമായി ആദി അനാദി വിശേഷമായും പവിത്രതയെ ഗുണത്തിൻ്റെ രൂപത്തിൽ സ്വായത്തമാക്കുന്നത് അവരെ തന്നെയാണ് വിധിപൂർവകമായി പൂജിക്കുന്നതും. जो ज्ञानी और अज्ञानी आत्माओं के संपर्क में आते पवित्र वृत्ति दृष्टि वाइब्रेशन से यथार्थ संबंध संपर्क निभाते हैं. ആരാണോ ജ്ഞാനി അഥവാ അജ്ഞാനി ആത്മാക്കളുടെ ഇടയിൽ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും പവിത്ര ദൃഷ്ടി വൃത്തി വൈബ്രേഷനിലൂടെ ബന്ധത്തെ പുലർത്തുന്നത്, സ്വപ്ന में भी जिनकी पवित्रता खंडित नहीं होते, അതായത് അവരുടെ സ്വപ്നത്തിൽ പോലും പവിത്രതയ്ക്ക് ഭംഗം ഉണ്ടാകാതിരിക്കുന്നത്, വഹി വിധിപൂർവക് പൂജ്യ ബൻത്തെ, അവർ തന്നെയാണ് വിധിപൂർവകമായി പൂജിക്കപ്പെടുന്നത്. സ്ലോഗൻ. വ്യക്ത में रहते അവ്യക്ത ഫരിസ്ത ബൻകർ സേവാ കരോ. വ്യക്തത്തിൽ ഇരുന്നു കൊണ്ട് അവ്യക്ത ഫരിസ്തയായി സേവനം ചെയ്യൂ. तो विश्व कल्याण का कार्य तीव्र गति से संपन्न हो. അപ്പോഴാണ് വിശ്വമംഗളത്തിൻ്റെ കാര്യം തീവ്ര വേഗതയിൽ സമ്പന്നമാവുക. ബ്രഹ്മബാബയുടെ സമാനമായി തീരുവാനുള്ള പുരുഷാർത്ഥം. 13ാമത്തെ പോയിന്റ്.
ब्रह्मा बाप से प्यार है तो ब्रह्मा बाप समान फरिश्ता बनो. ബ്രഹ്മാ ബാബയോട് സ്നേഹമുണ്ട് എങ്കിൽ ബ്രഹ്മാ ബാബയുടെ സമാനം ഫരിസ്തയാകൂ. सदैव अपना लाइट का फरिश्ता स्वरूप सामने दिखाई दे. സദാ തൻ്റെ പ്രകാശത്തിൻ്റെ ഫരിസ്ത സ്വരൂപം മുന്നിൽ കാണപ്പെടണം. कि ऐसा बनना है, അതുപോലെ ആയിത്തീരണം എന്ന സങ്കല്പമുണ്ടാകണം. और भविष्य रूप भी दिखाई दे, അതുപോലെ ഭവിഷ്യത്തിൻ്റെ രൂപവും കാണപ്പെടണം. അബേ ചോട और वो लिया, അതായത് ഈ ഫരിസ്ത രൂപം ഉപേക്ഷിച്ച് ദേവതാ രൂപം ആയിത്തീരും. അബ് യേ ചോട और वो लिया, ഇപ്പോൾ ഈ രൂപം ഉപേക്ഷിച്ച് നാം ദേവതാ രൂപം ധരിക്കുന്നു. अब ऐसी अनुभूति हो तब समझो कि संपूर्णता के समीप. എപ്പോഴാണോ അത്തരത്തിലുള്ള അനുഭൂതി ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കുക സമ്പൂർണതയുടെ സമീപമായി. ഓം ശാന്തി.